ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ആരാണോ ആക്രമിക്കപ്പെടുന്നത് അവർക്കൊപ്പമാണ് കേരളത്തിലെ നല്ലവരായ മനുഷ്യർ. അങ്ങ് ഉത്തരേന്ത്യയിൽ ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന ഒരു ചോദ്യം പരീക്ഷാ പേപ്പറിൽ ഉയർന്നപ്പോൾ അതിനെതിരെ വാളെടുത്തവരാണ് മലയാളികൾ. അതിനെതിരെ തൂലിക ചലിപ്പിച്ചവരാണ് മലയാളികൾ. അതിനെതിരെ നിർത്താതെ സംസാരിച്ചവരാണ് മലയാളികൾ. മലയാളികൾ ഒട്ടും സ്വാർത്ഥരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ അയൽ സംസ്ഥാനങ്ങളിലെ ഇരകൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്നത്? നീതി എന്നത് ഇരകളാക്കപ്പെട്ടവർക്ക് തുല്യമായി ലഭിക്കേണ്ട അവകാശമാണ്. കത്വയിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഹാഷ്ടാഗുകൾ മാറ്റിയും പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റിയും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചവരും ഇങ്ങ് കേരളത്തിലെ വാളയാറിലെ ആ കൊച്ചു വീട്ടിലേക്കും ഒന്ന് കണ്ണോടിക്കണം. നിർധനരായ ആദിവാസി കുടുംബത്തിലെ 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ ലാഭം ലഭിക്കില്ല എന്നതാണോ ഈ മൗനത്തിന് കാരണം? 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 9ഉം 13ഉം വയസ്സുള്ള സഹോദരികൾ ഈ നാട്ടിൽ നിന്നും വിട പറഞ്ഞു പോയി. പെൺകുട്ടികൾ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇനി ആത്മഹത്യയാണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഉത്തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഈ 2 കുട്ടികളും മരണത്തിന് മുൻപ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത്. ഈ കുറ്റകൃത്യത്തിന് മുൻപ് സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതികളെ കണ്ടു എന്ന അമ്മയുടെ മൊഴി. പക്ഷേ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി മുൻ പരിചയമുള്ള അഭിഭാഷകന്റെ വാക്ചാതുര്യത്തിനു മുന്നിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളിലും കണ്ണുമൂടപ്പെട്ട നീതി ദേവത ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള നീതി നിഷേധിച്ചു. പോക്സോ കോടതി പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ചിലരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോടതി വിധിയിൽ അപ്പീലിന് പോകാൻ പോലീസ് തയ്യാറായി എന്ന വാർത്തകളോട് ആ കുഞ്ഞുങ്ങളുടെ അമ്മ പ്രതികരിച്ചതാണ് ചിലരെയെങ്കിലും വേദനിപ്പിച്ചത്. എനിക്ക് ഈ പോലീസിൽ വിശ്വാസമില്ല എന്നാണ് ആ അമ്മയുടെ വാക്കുകൾ. തന്നേക്കാൾ ഇരട്ടി ഉയരമുള്ള ഉത്തരത്തിൽ തൻ്റെ മക്കൾ കെട്ടിത്തൂങ്ങി നിന്നത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആ അമ്മ എങ്ങനെയാണ് വീണ്ടും വിശ്വസിക്കുക? കേസ് പുനരന്വേഷിക്കുകയും അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയും വേണം. തെറ്റ് ശിക്ഷിക്കപ്പെടാതിരുന്നാൽ വീണ്ടും അത് ആവർത്തിക്കാനുള്ള പ്രോത്സാഹനമാണ് നൽകുന്നത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുമെങ്കിലും ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞിന്റെ മാംസത്തിൽ സുഖം പ്രാപിക്കാൻ ഒരവസരം കൂടി നമ്മൾ ആർക്കും നൽകരുത്. ഓരോ ഇരകൾ വരുമ്പോഴും കുറച്ച് ദിവസത്തേക്ക് പ്രതികരിക്കുന്നവർ ഇനി ഇങ്ങനെയൊന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാരത്തിനായി ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.